പൂക്കൾക്കും പൂക്കളങ്ങൾക്കും പൂത്തുമ്പികൾക്കും പൂനിലാവിനുമൊപ്പം മറ്റൊരു പൊന്നോണം കൂടി വരവായി. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹായ് എവ്രിവൺ, മെനുവിൻ്റെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് നല്ല നാടൻ പുളി ഇഞ്ചി അല്ലെങ്കിൽ ഇഞ്ചിക്കറി എന്നൊക്കെ പറയുന്ന ഓണം സ്പെഷ്യൽ ഡിഷാണ്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ ഇഞ്ചിക്കറി തയ്യാറാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 200 ഗ്രാം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഇഞ്ചി തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അത് കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇത് 200 ഗ്രാം ഇഞ്ചിയാണ്. അതുപോലെ മുളക് പൊടി, കടുക്, വറ്റൽ മുളക്, കായപ്പൊടി, കറിവേപ്പില, ഉലുവപ്പൊടി, ശർക്കര, ചെറിയുള്ളി, പച്ചമുളക്, അതുപോലെ വാളംപുളി ചെറിയ ചൂടുവെള്ളത്തിൽ ഒഴിച്ച് അത് നന്നായിട്ട് പിഴിഞ്ഞ് എടുത്തിട്ടുള്ളതാണ്. അടുത്തതായിട്ട് നമുക്ക് ഇഞ്ചി വറുത്തെടുക്കാം. അതിനായിട്ട് ഈ ചട്ടി ഒന്ന് അടുപ്പത്ത് വയ്ക്കുക. അതിനുശേഷം ചട്ടി നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് വറുക്കാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ കനം കുറച്ച് അരിഞ്ഞിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇഞ്ചി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ അല്ലെങ്കിൽ ഒരു നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നല്ലൊരു ക്രിസ്പി ആയി കിട്ടുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഇഞ്ചി നന്നായിട്ട് വറുത്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കളറെല്ലാം നന്നായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഇഞ്ചിക്കറി തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ഇഞ്ചി വറുത്ത് എടുക്കേണ്ടത്. ഇനി ഇത് നമുക്ക് ഈ എണ്ണയിൽ നിന്ന് വറുത്ത് കോരിയതിന് ശേഷം ഇത് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ അത് പൊടിച്ചെടുക്കുമ്പോൾ അതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. ഇത് അങ്ങനെ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് തണുപ്പ് ആറിയതിന് ശേഷം അങ്ങനെ തന്നെ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ വറുത്തെടുത്ത ഇഞ്ചി കഷ്ണങ്ങളെല്ലാം നമ്മൾ എണ്ണയിൽ നിന്ന് വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് പൊടിച്ചെടുക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇഞ്ചി വറുത്ത് കോരിയ അതേ എണ്ണയിലോട്ട് തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാൻ പോകുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കിനി ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വറ്റൽ മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് വഴറ്റി. അത് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ ചെറിയുള്ളിയും പച്ചമുളകും വറ്റൽമുളകും കറിവേപ്പില എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നല്ലൊരു മണമാണ് പ്രത്യേകിച്ച് വെളിച്ചെണ്ണയ്ക്കകത്ത് ഈ ചെറിയുള്ളി എല്ലാം കൂടെ വഴറ്റിയെടുക്കുമ്പോൾ വരുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു പിഞ്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതുപോലെ ഇതിലേക്ക് നമുക്ക് ഇനി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഞാൻ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടിയുടെ അളവ് നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പച്ചമുളക് നമ്മൾ കൂടുതൽ എടുക്കുകയാണെങ്കിൽ മുളക് പൊടി അതിനനുസരിച്ച് കുറച്ചാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി കൂടുതൽ എടുത്തതിന് ശേഷം പച്ചമുളകിൻ്റെ അളവ് കുറച്ചാലും മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയായിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വാളംപുളി വെള്ളമാണ്. ചെറിയ ഒരു നാരങ്ങയുടെ വലിപ്പത്തിലുള്ള വാളംപുളി എടുത്ത് അത് ചെറിയ ചൂടുവെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് കുറച്ച് നേരം വെച്ചതിന് ശേഷം അതിൻ്റെ നീര് പിഴിഞ്ഞ് എടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അത് നന്നായിട്ടൊന്ന് കുറുകി വരുന്നിടം വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അത് ഏകദേശം നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്.
നന്നായിട്ടത് കുറുകി വന്നതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഞാൻ വെള്ളം ഒട്ടും ചേർക്കാതെ മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. അതുപോലെയാണ് നമ്മൾ പൊടിച്ചെടുക്കേണ്ടത്. അപ്പം പുളിവെള്ളം ഒഴിച്ച് അത് നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ശർക്കര ചേർത്ത് കൊടുക്കാം. ആ ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയാണ് നമ്മളിതിലോട്ട് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി ആ ശർക്കര മുഴുവൻ ഇതിലോട്ട് അലിഞ്ഞ് ചേരുന്നിടം വരെ അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കരയെല്ലാം നന്നായിട്ട് അലിഞ്ഞ് ഇഞ്ചിയും പുളിയും ശർക്കരയും എല്ലാം നന്നായിട്ട് കമ്പൈൻ ചെയ്ത് എന്താ പറയുക, നല്ലൊരു മണമാണ് വരുന്നത്. മണം കേൾക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ അത് കഴിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ നമുക്കൊരു 5 മിനിറ്റ് കൂടെ ഇതൊരു മീഡിയം ഫ്ലെയിമിലൊന്ന് വെച്ച് കുറച്ചുകൂടി ഒന്നിത് കുറുക്കിയെടുക്കാം. പിന്നെ അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇഷ്ടം അനുസരിച്ച് ക്രമീകരിക്കാവുന്നതാണ്. നമുക്കൊരു മീഡിയം കൺസിസ്റ്റൻസി മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തെടുക്കാം. തണുത്ത് കഴിയുമ്പോൾ അത് കുറച്ചുകൂടെ കുറുകിക്കോളും. അപ്പോൾ ഞാൻ ഇപ്പോൾ അതൊന്ന് ഓഫ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ അത് ഏകദേശം ഒരു കറക്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ രുചിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതിയായിരിക്കും. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അപ്പം എൻ്റെ വക എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ തിരുവോണ ആശംസകൾ. മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.